ഞങ്ങളുടെ സ്റ്റാഫിന്റെ സാലറി 20,000 മുതൽ 25,000 അതിന്റെ മേലെയും കൊടുക്കുന്നുണ്ട്. ഇവരീ പറയുന്നത് ഒരു സാലറി എന്ന് പറയുന്നത് ബേസിക് DA അലവൻസസ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ്. ഗ്രോസ് സാലറി 25 ഉണ്ട്. ലേബർ നിയമപ്രകാരം അല്ലെങ്കിൽ അത് വേറെ കാര്യം. അല്ല, 30,000 രൂപയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് ജീവിച്ച് കാണിച്ചാൽ ഞാൻ ജോലി രാജിവെക്കാം. അത് വേറെ പ്രശ്നമില്ല. ഈ പറയുന്ന KPH തന്നെയാണ് 2018 അതിൽ പറയുന്ന മാധ്യമപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ നിങ്ങളുടെ പൊതുവിലൊരു കാര്യം പറയാം. നിങ്ങൾ ഈ സമരം ഇനിയും തെരുവിലേക്ക് വലിച്ചഴിച്ചാൽ കോടതി ഇടപെടുന്നത് മാത്രമല്ല, രോഗികൾ അടങ്ങിയിരിക്കത്തില്ല. നിങ്ങൾക്ക് ശമ്പളം വേണം, പക്ഷേ നിങ്ങൾ അതുകൊണ്ട് അവർ സംസാരിക്കട്ടെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മാത്രമല്ല, എല്ലാവരുടെയും ബേസിക് പേ ഒരു ഇതുണ്ടാവും, DA ഉണ്ടാവും. ഈ ബേസിക് പേ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അതാണ് ശമ്പളം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. മനസ്സിലായി. ആ പറയുന്നത് തെറ്റിദ്ധാരണ ബേസിക് സാലറി കുറച്ച് കാണിക്കൽ, അതാണ് നിയമം. 2013 നിയമപ്രകാരമുള്ള ബേസിക് സാലറി അതാണ് കാണിച്ചിട്ടുള്ളത്. 2013 13 വർഷം മുമ്പുള്ള മിനിമം വേതനം കൊടുക്കുന്ന വലിയ അഭിമാനത്തോടെ ഇവിടെ വന്ന് ഞെളിഞ്ഞിരുന്ന് പറയാണ് KPH സെക്രട്ടറി. അല്ല, നിങ്ങൾ എല്ലാത്തിനും വളച്ചൊടുക്കുകയാണ്. 13 മിനിമം വേജസ് ആണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 2018 മിനിമം നടപടികൾക്ക് മാത്രമേ സ്റ്റേ ഉള്ളൂ. പല ഹോസ്പിറ്റലുകളിലും 2013 മിനിമം വേജസ് അവര് സ്കെയിൽ ഇട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് തൊഴിൽ വകുപ്പ് നടപടിയെടുക്കുന്നില്ല? കാരണം തൊഴിൽ വകുപ്പിന് അറിയാം, ഗവൺമെന്റിന് അറിയാം, കോടതിയിലുള്ള ഒരു സംഗതിയാണ്. 2013 ഇപ്പൊ നിലവിൽ അംഗീകരിച്ചിട്ടുള്ളൂ. 2013 സ്റ്റേയിലാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് വരാൻ പാടുള്ളൂ. അത് അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ 2013 ശേഷം പല പ്രാവശ്യം ഞങ്ങള് ഇൻക്രിമെന്റും ഒക്കെ കൂട്ടിയിട്ടാണ് ഇപ്പൊ ഈ സാലറിയിലേക്ക് എത്തിയിരിക്കുന്നത്. ബേസിക് സാലറി അറിയാതെ എങ്ങനെയാണ് ഓൾ ടോട്ടൽ വെച്ചിട്ട് മുന്നോട്ട് പോയത്? ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ, ലോൺ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബേസിക് സാലറിയാണ് ആദ്യം നോക്കുന്നത്. റിട്ടയർ ആവാൻ പോകുന്ന ഒരാളുടെ ബേസിക് സാലറി ഇപ്പോഴും 22,000 അല്ലെങ്കിൽ 22.5 നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ റിട്ടയർ ചെയ്ത്? ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. അതെ. നേഴ്സുമാർക്ക് അസോസിയേഷൻ ഉണ്ട്, ഡോക്ടർക്കുണ്ട്, മാനേജ്മെന്റിനുണ്ട്. അസോസിയേഷൻ ഇല്ലാത്തത് രോഗിക്കും അതാണ് ദേശീയ പ്രസിഡന്റായിട്ട് അത് വേണ്ടി വരും, നമുക്ക് ആകേണ്ടി വരും. ആരോഗ്യം ആണ് മേഖല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗത്തിൽ നിന്നുള്ളതാണ്. രോഗിയാണ് അവിടെ. രോഗിയെ ആർക്കും വേണ്ട, രോഗിയെ പരിഗണിക്കുന്നേ ഇല്ല. മാനേജ്മെന്റിന് കാശ് വേണം, നേഴ്സുമാർക്ക് അവകാശമുണ്ട്. അവകാശമില്ലാത്തത് രോഗിക്കാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ സാർ നോക്കാൻ. നിങ്ങൾ രോഗിയായി മാറും. നിങ്ങൾ രോഗിയായി എന്റെ ഒപ്പം വരും. ആദ്യം രോഗികൾ എന്ന് പറയുന്ന ആളെ പരിഗണിക്കുന്നു. അതെ, രോഗി വരുമ്പോൾ അപ്പൊ സമരം ചെയ്യുന്നവരെ നിങ്ങളുടെ എല്ലാ അവകാശവും എടുത്തോ. മാനേജ്മെന്റ് KPH എന്തൊക്കെ UN INA ഇന്റർനാഷണൽ എല്ലാവരും സംഘടന ഉണ്ടാക്കിയോ, അവകാശം നടത്തിക്കോ. രോഗി എന്ന് പറയുന്നവനൊരു അവകാശമുണ്ട്.